M1, M2, M3 എന്നിങ്ങനെ 3 ബ്ലോക്കുകൾ ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു സർഫസിന് മുകളിൽ ഇങ്ങനെ കോണ്ടാക്റ്റിലാണ് ഇരിക്കുന്നത്. ഇവിടെ M1 എന്ന ബ്ലോക്കിന്റെ മാസ് 4 കിലോഗ്രാം എന്നും M2 എന്ന ബ്ലോക്കിന്റെ മാസ് 2 കിലോഗ്രാം എന്നും M3 എന്ന ബ്ലോക്കിന്റെ മാസ് 1 കിലോഗ്രാം എന്നുമാണ്. ഇവിടെ നമ്മൾ 4 കിലോഗ്രാം മാസുള്ള ബ്ലോക്കിൽ 14 ന്യൂട്ടൺ എന്ന ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ M1നും M2വിനും ഇടയിലുള്ള കോണ്ടാക്ട് ഫോഴ്സ് കാണാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ നമ്മൾ ആദ്യം ഒരു 2 ബ്ലോക്ക് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ ബ്ലോക്കിന്റെ മാസ് 2 കിലോഗ്രാം എന്നും രണ്ടാമത്തേതിന്റെ 3 കിലോഗ്രാം എന്നുമാണ്. ഈ സിസ്റ്റത്തിന് നമ്മൾ 20 ന്യൂട്ടൺ എന്ന ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. അടുത്തതായി നമ്മൾ 2 കിലോഗ്രാം ബ്ലോക്ക് 3 കിലോഗ്രാം ബ്ലോക്കിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് ആണ് കാണാൻ പോകുന്നത്. ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ മാസ് 2 + 3 ആണ്, അതായത് 5 കിലോഗ്രാം ആണ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം ഈ സിസ്റ്റത്തിന്റെ നെറ്റ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് അപ്ലൈഡ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ മാസിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്കത് 4 m/s² എന്നാണ് കിട്ടുന്നത്. ഈ രണ്ട് ബ്ലോക്കും ഈ സെയിം ആക്സിലറേഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. 2 കിലോഗ്രാം മാസുള്ള ബ്ലോക്ക് 4 m/s² എന്ന ആക്സിലറേഷനിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 2 കിലോഗ്രാം ബ്ലോക്കിന്മേലുള്ള നെറ്റ് ഫോഴ്സ് 2 × 4ന് ഈക്വൽ ആയിരിക്കും, അതായത് 8 ന്യൂട്ടന് ഈക്വൽ ആയിരിക്കും. അതുപോലെ 3 കിലോഗ്രാം മാസുള്ള ബ്ലോക്കിന്റെയും ആക്സിലറേഷൻ 4 m/s² എന്നാണ്. അതിനാൽ ഈ ബ്ലോക്കിൽ പ്രയോഗിക്കപ്പെടുന്ന നെറ്റ് ഫോഴ്സ് 3 × 4ന് ഈക്വൽ ആയിരിക്കും, അത് 12 ന്യൂട്ടൺ എന്നായിരിക്കും വരുന്നത്. ഇവിടെ ഈ ബ്ലോക്കിൽ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ 30 ന്യൂട്ടൺ എന്ന ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്കായി 12 ന്യൂട്ടൺ എന്ന ഫോഴ്സും അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്ലോക്കിൽ പ്രയോഗിക്കപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 30 - 12ന് ഈക്വൽ ആയിരിക്കും, അത് 18 ന്യൂട്ടൺ എന്നാണ് വരുന്നത്. നമുക്ക് ഈ രണ്ട് ഫോഴ്സുകളുമാണ് ഉള്ളതെങ്കിൽ ഈ ഫോഴ്സ് കാണാൻ നമ്മൾ 30 - 18 എന്ന് ചെയ്താൽ മതി. അതുപോലെ ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് 20 ന്യൂട്ടൺ എന്ന ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നെറ്റ് ഫോഴ്സ് 8 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ 2 കിലോഗ്രാം ബ്ലോക്കിൽ ലെഫ്റ്റ് സൈഡിലേക്കായി ഒരു ഫോഴ്സ് ഉറപ്പായും പ്രയോഗിക്കപ്പെടുന്നുണ്ടായിരിക്കണം. 20 - 8 എന്നത് 12 ആയതിനാൽ ഈ ഫോഴ്സ് 12 എന്നായിരിക്കും വരുന്നത്. ഇത് 3 കിലോഗ്രാം ബ്ലോക്ക് 2 കിലോഗ്രാം ബ്ലോക്കിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് ആണ്. ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം ഏതൊരു ആക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടായിരിക്കും. അത് കാരണത്താൽ 2 കിലോഗ്രാം ബ്ലോക്ക് 3 കിലോഗ്രാം ബ്ലോക്കിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് 12 ന്യൂട്ടൺ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് രണ്ട് ബ്ലോക്കുകൾക്കിടയിലുള്ള കോണ്ടാക്ട് ഫോഴ്സ് കാണാം. ഈ ബ്ലോക്കിന്റെ മാസ് M1 എന്നും ഇതിൻ്റേത് M2 എന്നും ആണെങ്കിൽ ഫോഴ്സ് ഓൺ ദി സെക്കൻഡ് ബ്ലോക്ക് ബൈ ദി ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ഫോഴ്സ് ആണ്. ഈ ഫോഴ്സ് M2 ഡിവൈഡഡ് ബൈ M1 + M2 ഇൻറ്റു അപ്ലൈഡ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫോഴ്സ് 12 ന്യൂട്ടൺ എന്ന് കിട്ടുന്നു. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഇവിടെ നമുക്ക് എളുപ്പത്തിൽ രണ്ട് ബ്ലോക്കുകൾക്കിടയിലുള്ള കോണ്ടാക്ട് ഫോഴ്സ് കാണാം. ഈ ഫോഴ്സിൽ നിന്നും ദൂരെയുള്ള മാസ് ആയിരിക്കണം നമ്മൾ ടോപ്പിൽ എഴുതേണ്ടത്. അടുത്തതായി നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ കോണ്ടാക്ട് ഫോഴ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമ്മൾ ടോട്ടൽ മാസ് ആണ് കാണുന്നത്, അത് 7 കിലോഗ്രാം ആയിരിക്കും. ഈ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ അപ്ലൈഡ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസിന് ഈക്വൽ ആയിരിക്കും, അത് 14 / 7 എന്ന് വരുന്നു. അങ്ങനെ നമുക്ക് ആക്സിലറേഷൻ 2 m/s² എന്ന് കിട്ടുന്നു. ഇവിടെ ഓരോ ബ്ലോക്കിന്റെയും ആക്സിലറേഷൻ 2 m/s²ന് ഈക്വൽ ആയിരിക്കും. അടുത്തതായി നമ്മൾ ഓരോ ബ്ലോക്കിലും ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ആണ് കാണാൻ പോകുന്നത്. M1ന്റെ മാസ് 4 കിലോഗ്രാം എന്നും അതിന്റെ ആക്സിലറേഷൻ 2 m/s² എന്നുമായതിനാൽ നെറ്റ് ഫോഴ്സ് 8 ന്യൂട്ടൺ ആയിരിക്കും. M2ന്റെ നെറ്റ് ഫോഴ്സ് 2 × 2 ആയിരിക്കും, അത് 4 ന്യൂട്ടന് ഈക്വൽ ആയിരിക്കും. M3യുടെ നെറ്റ് ഫോഴ്സ് നമുക്ക് 1 × 2 എന്ന് കിട്ടുന്നു, അത് 2 ന്യൂട്ടന് ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് 8 + 4 + 2 ചെയ്യുമ്പോൾ 14 ന്യൂട്ടൺ എന്ന് കിട്ടുന്നു. അടുത്തതായി ബ്ലോക്ക് 2 ബ്ലോക്ക് 1ൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്, അത് 14 - 8ന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഈ ഫോഴ്സ് നമുക്ക് 6 ന്യൂട്ടൺ എന്ന് കിട്ടുന്നു. ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം ഫസ്റ്റ് ബ്ലോക്ക് സെക്കൻഡ് ബ്ലോക്കിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും 6 ന്യൂട്ടന് ഈക്വൽ ആയിരിക്കും. അടുത്തതായി നമ്മൾ ബ്ലോക്ക് 3 ബ്ലോക്ക് 2ൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് കാണാൻ പോകുന്നത്, അത് 6 - 4ന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഈ ഫോഴ്സ് 2 ന്യൂട്ടൺ എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം ബ്ലോക്ക് 2 ബ്ലോക്ക് 3ൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്
2 ന്യൂട്ടൺ എന്ന് തന്നെയായിരിക്കും വരുന്നത്. ഇപ്പോൾ നമുക്ക് കോണ്ടാക്ട് ഫോഴ്സുകൾ കിട്ടി. അടുത്തതായി നമ്മൾ കോണ്ടാക്ട് ഫോഴ്സ് എളുപ്പത്തിൽ കാണാനുള്ള ഇക്വേഷൻ ആണ് പറയുന്നത്. ആദ്യം നമ്മൾ ബ്ലോക്ക് 1 ബ്ലോക്ക് 2-ൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് പറയുന്നത്. ആ ഫോഴ്സ് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇവിടെ M2 പ്ലസ് M3 എന്ന് എഴുതാൻ കാരണം ഈ ഫോഴ്സ് M2 M3 എന്നീ ബ്ലോക്കുകളെയായിരിക്കും പുഷ് ചെയ്യുന്നത്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് 6 ന്യൂട്ടൺ എന്ന് എളുപ്പത്തിൽ കിട്ടുന്നു. അടുത്തതായി ബ്ലോക്ക് 2 ബ്ലോക്ക് 3-ൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഫോഴ്സ് ബ്ലോക്ക് 3-യെ മാത്രമാണ് റൈറ്റ് സൈഡിലേക്ക് പുഷ് ചെയ്യുന്നത്. അതിനാൽ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ നമുക്ക് ഫോഴ്സ് 2 ന്യൂട്ടൺ എന്ന് എളുപ്പത്തിൽ കാണാൻ സാധിക്കും. മാസുകളും അപ്ലൈഡ് ഫോഴ്സും അറിയാമെങ്കിൽ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കോണ്ടാക്ട് ഫോഴ്സ് കാണാം.